ക്ലീമേ ഇപ്പോൾ നമ്മൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഓരോ ദിവസം ഇഷ്ടംപോലെ ബിറ്റാളെ നമ്മൾ പൊക്കുണ്ട്. ഈ ബിറ്റൊക്കെ വെച്ച് പരീക്ഷ എഴുതി ഒരു പാസ്സായി വേറൊരു ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഹലാലാവോ? ശരിക്കും ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിലൂടെ അല്ലേ ആ ജോലികൾക്ക് കിട്ടുന്നത്? ഹലാല് ഹറാമൊക്കെ അവിടെ നിൽക്കട്ടെ. വേറെ കാര്യം പറയുള്ളതെന്ന് വെച്ചാൽ കുട്ടികളെ എക്സാം കൊടുക്കുമ്പോൾ പോകുമ്പോൾ ഇങ്ങനെ തെരയുന്ന സംഭവം ഇന്ന് ആരാ എക്സാം ഹോളിൽ കയറുക എന്നുള്ളതാണ്. ചിലവരെ കാണുമ്പോൾ പഠിച്ചവനെ കുറിച്ച് കേൾക്കാം. അഡ്ജസ്റ്റ് ചെയ്യണം, സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഇതാണ് പറയാനുള്ളത്. ഈ ടീച്ചർമാരെയും സാറന്മാരെയും അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കോപ്പി അടിച്ച് പാസ്സായിട്ട് എന്താ ഇതിലൊക്കെ ഒരു രസമല്ലേ? ഹീറോയിസ് എന്ന് പറയുന്നത് അന്തസ്സായിട്ട് പഠിച്ച് പഞ്ചായത്ത് ഏറ്റെടുക്കുക എന്നിട്ട് പാസ്സാവുക, അതല്ലേ ഹീറോയിസ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഹലാലാവൂലേ? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്ന ഒരു സംഗതിയല്ലേ. അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പം നമ്മൾ ഈ എക്സാം എഴുതണമൊക്കെ. അത് ഏതൊരു കാര്യത്തിന് നമ്മൾ റൂട്ട് എന്താ നോക്കിയാൽ മതി. ഇപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്നാണോ അവിടേക്ക് എത്തുന്നത്, അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ തെറ്റായ കാര്യത്തിൽ വന്ന് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ശേഷമുള്ള കാര്യങ്ങളും തെറ്റായി മാറും, അത്രേ ഉള്ളൂ. അപ്പം ഇനി ഒരു പഠിച്ചെഴുതട്ടെ, പഠിച്ചെഴുതുക, അതാണ് ഹീറോയിസ് എന്ന് പറയുന്നത്. അന്തസ്സായിട്ട് പഠിച്ച് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഈ പറഞ്ഞ സ്ട്രിക്റ്റ്ലി ഇൻവിജിലേഷൻ നടത്താനായിട്ട് വരുന്ന ആളുകളോടൊക്കെ ഒരു ചലഞ്ചായിട്ട് അന്തസ്സായിട്ട് പഠിച്ചു വന്ന് പരീക്ഷ പാസ്സാകുക, അതാണ് ഹീറോയിസ് എന്ന് പറയുന്നത്. നമ്മളെ മക്കളെ അങ്ങനെ കഴിക്കോളും, അത് കേട്ടിട്ടെങ്കിലും ആവട്ടെ.